ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പോകണോ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകണോ? വിച്ച് വൺ ഡു യു പ്രിഫർ? ഈ രണ്ട് രീതിയിലും ഇതിനെ അപ്രോച്ച് ചെയ്യാം. അപ്പം ഇപ്പൊ +2 കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുടെ നമ്പർ നേരത്തെ പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ വലിയ രീതിയിൽ കുട്ടികൾ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞ് പോകുന്നതിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ പറയുമ്പം സാമ്പത്തികം എന്നുള്ളത് ഓഫ് കോഴ്സ് ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണല്ലോ. കാരണം ഫീസ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസമായിട്ട് നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും. അപ്പം അഫോർഡബിലിറ്റി ഇഷ്യൂ വരുമ്പം +2 കഴിഞ്ഞ കുട്ടികൾ വിദേശ വിദ്യാഭ്യാസം എന്നുള്ളൊരു തീരുമാനം എടുത്തതിന് ശേഷം ചിലപ്പോൾ ഇവർക്ക് അഫോർഡബിൾ അല്ല എന്ന് കാണുമ്പം ഒരു നല്ല രാജ്യമല്ലാത്തിടത്തോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞ് അഡമന്റ്ലി പോകണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ഉപരി +2 കഴിഞ്ഞ് പോകുമ്പോൾ പോകുന്ന പ്രോഗ്രാം നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കണം. അതിന് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിലേ പോകാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിന് പോയാൽ മതി. ഇവിടെ ഡിഗ്രി പഠിച്ചതിന് ശേഷം, കാരണം ഡിഗ്രിയും മാസ്റ്റേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം, ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം എഞ്ചിനീയറിംഗിലെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഓസ്ട്രേലിയയിൽ പഠിക്കണമെങ്കിൽ 4 വർഷം പഠിക്കണം. എന്നാൽ മാസ്റ്റേഴ്സിന് 2 വർഷമേ ഉള്ളൂ. അപ്പം ഈ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ വരുമ്പം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു മോശം രാജ്യത്ത് പോയി ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ നല്ലത് ഇവിടെ ബാച്ചിലേഴ്സ് പഠിച്ചിട്ട് മാസ്റ്റേഴ്സിന് അന്നത്തെ സാധ്യതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നല്ലൊരു രാജ്യത്തോട്ട് പോകുന്നു.